ആ, നിങ്ങൾ എത്തിയോ? കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ? ഒരു കുഴപ്പമില്ല. ശരി, അച്ഛന് കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. ആ, ശരി എന്നാ. ഇതാ അച്ഛാ. ഉം. പണമൊക്കെ ഭദ്രായി കൊണ്ടുവന്നിട്ടുണ്ടല്ലോ അല്ലേ? ആ, അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അച്ഛാ, കാശ് എന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. അതൊന്നും സാരമില്ലടാ. എടി, ഉം. അച്ഛൻ കുറച്ച് നാളായിട്ട് അച്ഛൻ്റെ കാശ് വെച്ചുകൊണ്ടിരിക്കുക. അച്ഛൻ തന്ന ആ കാശ് ഞാൻ ട്രേഡിങ്ങിലായിട്ടത്. മൊത്തം കാശും ലോസായി. ആ, ഇപ്പൊ എങ്ങനെയാണ് അച്ഛൻ തന്ന ആ കാശ് തിരിച്ചു കൊടുക്കേണ്ടതെന്ന് എനിക്കറിയില്ല. എനിക്കിപ്പോ എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. എന്താ ചേട്ടാ ഇത്? എന്താ ഈ പറയുന്നത്? മുഴുവൻ പണവും ട്രേഡിംഗിൽ ലോസ് ആയെന്നോ? അതെ, എന്റെ ഫ്രണ്ടിനെ വിശ്വസിച്ചാ ട്രേഡിങ്ങിലിട്ടത്. അതിൽ നിന്ന് ഒരു കാശ് പോലും തിരിച്ചു കിട്ടിയിട്ടില്ല. അയ്യോ, അച്ഛനോട് ഞാൻ 6 മാസം കൊണ്ട് മുഴുവൻ പൈസയും തിരിച്ചു തരാന്നാ പറഞ്ഞത്. അതെടി, പക്ഷെ ഇപ്പൊ എന്താ ചെയ്യുക? കാശ് മൊത്തം ട്രേഡിങ്ങിൽ ലോസായി പോയില്ലേ. അതുകൊണ്ട് അച്ഛനോട് ഇപ്പൊ എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. ഈ കാര്യത്തിൽ നീ തന്നെ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. അച്ഛനോട് ഞാനിപ്പോൾ ഉള്ള സത്യം പറഞ്ഞാലും അച്ഛനത് വിശ്വസിക്കാൻ തോന്നുന്നില്ല. നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉത്തരവാദിത്തമുണ്ടോ? അച്ഛനോട് ഞാൻ കരഞ്ഞ് കാല് പിടിച്ച് ഇത്രയും പണം വാങ്ങി തന്നപ്പോ ട്രേഡിംഗ് ചെയ്യാന്നും പറഞ്ഞ് മുഴുവൻ പണവും നശിപ്പിച്ച് ഇപ്പൊ വന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ? നിങ്ങളെ വിശ്വസിച്ചതാണ് എന്റെ തെറ്റ്. ശരി, ഞാനൊരു ഐഡിയ പറഞ്ഞുതരാം. ആ? അതെങ്കിലും നിങ്ങൾ ഞാൻ പറയുന്ന പോലെ അനുസരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ കാരണം നമുക്ക് ഒരു പ്രശ്നവും വരാൻ പോകുന്നില്ല. അതെന്താ ഐഡിയ അടി? അയ്യോ, എവിടെയാ വെച്ചെന്ന് ഓർമ്മയില്ലല്ലോ. അയ്യോ, അതിപ്പോ അവിടെ ഉണ്ടാവും. എവിടെയും കാണുന്നില്ലല്ലോ ഈശ്വര. ഇത് ഇനിയിപ്പോ എവിടെ പോയി നോക്കാനാ? അയ്യോ, അത് പോയെന്നാ തോന്നുന്നു. അച്ഛാ, ആ പറ മോളെ. എന്റെ ചെയിൻ അച്ഛൻ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? ഇല്ലല്ലോ, ഞാൻ കണ്ടില്ലല്ലോ. അങ്ങനെയാണോ? എന്താ പറ്റി? എന്റെ ചെയിൻ എവിടെയാ പോയതെന്ന് അറിയില്ല അച്ഛാ. ഇവിടെ എവിടെയോ ഹാളിൽ വെച്ച പോലെ എനിക്ക് ഓർമ്മ ഉള്ളത്. പക്ഷേ അത് എത്ര തെരഞ്ഞിട്ടും കിട്ടുന്നില്ലെന്നേ. അയ്യോ, എല്ലാവിടെ ഒന്ന് തപ്പി നോക്ക് മോളെ. എല്ലാ സ്ഥലത്തും ഞാൻ അന്വേഷിച്ചെന്നേ, പക്ഷെ അത് എവിടെയില്ല. ഒരുപക്ഷെ അച്ഛനെങ്ങാനും അത് എടുത്തിരുന്നെങ്കിൽ തിരിച്ചു തന്നേക്ക് അച്ഛാ. എന്താ മോളെ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? ഞാൻ നിന്റെ ചെയിൻ എടുത്തു നിന്ന് സംശയിക്കുകയാണോ? നീ പറയുന്ന പോലെ ഞാൻ ഒരു ചെയിനും കണ്ടില്ലല്ലോ ഇവിടെ. അച്ഛാ, തെറ്റിദ്ധരിക്കല്ലേ. ഈ വീട്ടില് അച്ഛനും ഞാനും അല്ലാതെ വേറെ ആരുമില്ല. കുറച്ചു സമയത്തിനു മുമ്പ് ഇവിടെ എവിടെയോ ആണ് ഞാൻ ചെയിൻ ഊരി വെച്ചത്. ഇപ്പൊ ആ ചെയിന് കാണാനില്ലെങ്കിൽ എന്റെ സ്ഥാനത്ത് അച്ഛനാണെങ്കിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാവില്ലേ? ഒരു പക്ഷെ അത് എടുത്തിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് തരൂ അച്ഛാ. അയ്യോ, എന്താ ഈ പറയുന്നത്? ഞാൻ എന്തിനു ഇതൊക്കെ എടുക്കണം? എന്താ അച്ഛാ, എന്തിനാ ഇങ്ങനെ നുണ പറയുന്നത്? ദയവ് ചെയ്ത് കളിപ്പിക്കാതെ അതിങ്ങ് താ അച്ഛാ. അയ്യോ, ഞാൻ എടുത്തിട്ടില്ല, എന്നെ വിശ്വസിക്കേ. ഛേ, വരൂന്നേ. അതെ ചേട്ടാ,
ഉം? എന്റെ ചെയിന് കാണാതെ പോയി. എന്താ പറഞ്ഞേ? രാവിലെ ഞാൻ ഹാളിലാ ചെയിൻ ഊരി വെച്ചത്. ആ കുളി കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയപ്പോ ചെയിന് കാണാനില്ല. ആ എനിക്ക് തോന്നുന്നത് അത് നിങ്ങളുടെ അച്ഛനായിരിക്കും എടുത്തതെന്നാണ്. ഉം. എന്നാ ഞാൻ ചോദിച്ചപ്പോ അച്ഛൻ എടുത്തിട്ടില്ലെന്നാ പറയുന്നത്. ഉം. ശരി, നീ എൻ്റെ വാ. ഉം. അച്ഛൻ ഗീതയുടെ ചെയിൻ എടുത്തായിരുന്നു. എടുത്തിട്ടുണ്ടെങ്കിൽ അതും കൊടുത്തേക്കച്ച. എന്താടാ ഇത്? ഞാൻ എന്തിനാടാ അത് എടുക്കണം? അല്ല അച്ഛനൊന്ന് ആലോചിച്ച് നോക്കേ. ഈ വീട്ടിൽ നിങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ചെയിൻ വേറെ എവിടെ പോകാനാ? അതുണ്ടെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാവും. ഇത്രയും തപ്പിയിട്ട് അത് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ എടുത്തിരിക്കുന്നത് അച്ഛനായിരിക്കും. ഡാ, എന്നെ വിശ്വസിക്കടാ, ഞാൻ എന്തിനെടുക്കണം? ശരി, അച്ഛന്റെ ബാഗ് എവിടെ ഇരിക്കുന്നത്? ചേട്ടാ ദാ ഇവിടെയുണ്ട്. ഹും. ഇത് കണ്ടില്ലേ ചേട്ടാ? നിങ്ങളുടെ അച്ഛൻ ചെയിൻ എടുത്തു വെച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കാണ്. അച്ഛാ, ഇതെങ്ങനെ അച്ഛന്റെ ബാഗിലെത്തിയത്? അയ്യോ, ഇവിടെ എന്താ സംഭവിക്കുന്നത്? എനിക്കൊന്നും അറിയുന്നില്ല. നിന്റെ ചെയിൻ എങ്ങനെ എന്റെ ബാഗിൽ വന്നു എനിക്ക് അറിയില്ല മോളെ. വെറുതെ ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കല്ല അച്ഛാ. അച്ഛൻ അറിയാതെ അച്ഛന്റെ ബാഗിനകത്ത് എങ്ങനെ എന്റെ ചെയിൻ വന്നത്? അയ്യോ, എന്റെ ബാഗിൽ ഈ ചെയിൻ എങ്ങനെ വന്നെന്ന് എനിക്ക് അറിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ. സ്വന്തം മകന്റെ വീട്ടിൽ തന്നെ മോഷ്ടിക്കുന്നു. ഇനി ഒരു ദിവസം പോലും നിങ്ങൾ ഇവിടെ നിൽക്കണ്ട. ആദ്യം ഇവിടുന്ന് പോകാൻ നോക്ക്. അയ്യോ, ഇങ്ങനെ പറഞ്ഞ ഞാൻ എവിടെ പോകാനാ മോളെ? ഉം. അവസാനം വരെ നിങ്ങളുടെ കൂടെ ഇരിക്കാനും പറഞ്ഞ് വിളിച്ചിട്ട് പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി പോവാൻ പറഞ്ഞാൽ ഞാൻ എവിടെ പോകുന്നു പറ. നിങ്ങൾക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാ, പക്ഷെ ഈ വീട്ടിൽ നിങ്ങൾ താമസിക്കണ്ട. നിങ്ങൾക്ക് വേറൊരു മകനും കൂടി ഇല്ലേ? അങ്ങോട്ട് വെക്കോ. നിങ്ങളെ പോലുള്ള കള്ളന്മാരെ വീട്ടിൽ താമസിച്ചാ ഞങ്ങളുടെ സമാധാനം പോവുക. ആദ്യം പോവാ നോക്ക്. ചേട്ടാ, ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഈ പ്ലാൻ വർക്കൗട്ട് ആവുന്ന്. അതെടി, നീ ഇക്കാര്യം പറഞ്ഞപ്പോ ഇതെങ്ങനെ വർക്കൗട്ട് ആകാതെ പോകുമോ എന്ന് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ നീ എങ്ങനെയാണോ പ്ലാൻ ചെയ്തത് അതേപോലെ തന്നെ നടന്നു.